بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കുളിയുടെ സുന്നത്ത്, വലിയ അശുദ്ധി ഉണ്ടായാൽ ഹറാമാവുന്ന കാര്യങ്ങൾ. ഈ രണ്ട് കാര്യങ്ങളും ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. കുളിയുടെ സുന്നത്തുകൾ: ശരീരം കഴുകുമ്പോൾ ശരീരം മുഴുവൻ തേച്ച് കഴുകുക. ഓരോ ഭാഗങ്ങളും കഴുകുന്നത് 3 പ്രാവശ്യമാവുക. കുളി കഴിഞ്ഞുടനെ സ്ത്രീകൾ സുഗന്ധം ഉപയോഗിക്കുക, കസ്തൂരി പോലെയുള്ള സുഗന്ധം. പിന്നെ ആവശ്യത്തിന് വെള്ളമെടുത്ത് കുളിക്കണം, ശരീരമാകെ നനയുന്ന വിധത്തിൽ. ഒരു സായ് വെള്ളത്തിൽ കുറയരുത് എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഇത് സായം എന്ന് പറഞ്ഞാൽ അധികം വേണ്ടല്ല. നമുക്കിപ്പോൾ വെള്ളത്തിന് ക്ഷാമമില്ലാത്തത് കൊണ്ട് അത് കേൾക്കുമ്പോൾ നമ്മൾക്ക് അതിശയം തോന്നും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സായ വെള്ളത്തിലാണ് കുളിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ 3 ഇടങ്ങഴിയാണ് ഒരു സായ. ധാന്യം അളവിൽ കണക്കാക്കുക. ഒരു സായ എന്ന് പറഞ്ഞാൽ 3 ഇടങ്ങഴിയാണ്. അതിപ്പോൾ എത്ര അധികം വെള്ളം ഉണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. അത് വെള്ളം ഇല്ലാതെ വരുന്ന സ്ഥലങ്ങളിൽ അത് വളരെയധികം ചുരുക്കി ഉപയോഗിക്കണം. അതിനുള്ളൊരു പ്രേരണയും കൂടിയാണ് അത്. ഒരു മുദ്ദ് വെള്ളമാണ് എന്ന് പറഞ്ഞാൽ ഒരു നാഴി വെള്ളം. നാഴിയാണ് ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ ധാന്യ അളവിൽ കണക്കാക്കപ്പെടുന്നത്. അപ്പം അതിൽ വെള്ളം ഉണ്ടായാൽ അതുകൊണ്ടായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതെടുത്തിരുന്നെന്നാണ് പറയുന്നത്. പിന്നെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ ഇന്ദ്രിയം പോലെയുള്ള മോശമായ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യണം കുളിക്കുന്നതിന് മുമ്പായിട്ട്. കുളിക്കുമ്പോൾ അതിൻ്റെ മുമ്പായിട്ട് ഒതുവെടുക്കൽ സുന്നത്താണ്. ഒരു ഒതുവെടുക്കുക. ഫർദ് കുളി കുളിക്കുന്നവർ ഒരു ഒതുവെടുക്കൽ സുന്നത്താണ്. പിന്നെ നിയ്യത്ത് ചെയ്ത് തലയിലാണ് വെള്ളം ഒഴിക്കേണ്ടത് ആദ്യം. എന്നിട്ട് മുടി കൂടുതലുള്ളവരാണെങ്കിൽ മുടി ചുക്കി ആറ്റിയിട്ട് കഴുകണം. പിന്നെ വലത്ത് ഭാഗത്ത് വെള്ളം ഒഴിക്കുക, പിന്നെ ഇടത്ത് ഭാഗത്ത് വെള്ളം ഒഴിക്കുക. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഷവറിൻ്റെ ചുവട്ടിൽ നിന്ന് കുളിക്കുമ്പോൾ ഷവറിൻ്റെ ഇടത്ത് ഭാഗത്തേക്ക് വലത്ത് ഭാഗത്തേക്ക് ആദ്യം വെള്ളം ആക്കുക, പിന്നെ ഇടത്ത് ഭാഗത്തേക്ക് ആക്കുക. അങ്ങനെയൊക്കെ ആണ് അത് കൈകാര്യം ചെയ്യേണ്ടത്. പിന്നെ ഈ വലിയ അശുദ്ധി ഉണ്ടായാൽ ഹറാമാവുന്ന കാര്യങ്ങൾ, ചെറിയ അശുദ്ധി കൊണ്ട് എന്തെല്ലാം ഹറാമായിരുന്നോ അത് വലിയ അശുദ്ധി കൊണ്ടും ഹറാമാവും. മുസാഫ് എടുക്കാൻ പാടില്ല, നിസ്കരിക്കാൻ പാടില്ല, പിന്നെ തവാഫ് ചെയ്യാൻ പാടില്ല. അതൊക്കെ ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമായത്. അതെല്ലാം വലിയ അശുദ്ധി കൊണ്ടും ഹറാമാവും. പിന്നെ കൂടുതലായിട്ട് ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഖുർആൻ ഓതാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഖുർആൻ ഓതാം, കാണാതെ ഓതാം, മുസാഫ് എടുക്കാതെ ഖുർആൻ ഓതാമല്ലോ. പക്ഷേ ഇവിടെ ഖുർആൻ ഓതാനും പാടില്ല. വലിയ അശുദ്ധി ഉണ്ടായാൽ കുളിച്ച് ശുദ്ധിയാവുന്നവരെ ഖുർആൻ ഓതാനും പാടില്ല. ഒരായത്താണെങ്കിൽ പോലും ഓതാൻ പാടില്ല. പിന്നെ ഇനി നമ്മൾ താഴെ പറയാൻ പോകുന്നത് ചില ആയത്തുകളൊക്കെ ഓതാന്നുള്ളത്. അത് ദിക്റാണെന്ന് കരുതിയിട്ട്, ഖുർആനാണെന്ന് കരുതാതെ ദിക്റാണെന്ന് കരുതിയിട്ട് അതൊക്കെ ചെല്ലാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഖുർആനാണ് എന്ന ഉദ്ദേശത്തോടു കൂടി ഖുർആൻ ഓതൽ ഹറാമാണ് വലിയ അശുദ്ധിയുള്ളവർക്ക്.
പിന്നെ പള്ളിയിൽ താമസിക്കാൻ പാടില്ല. പള്ളിയിൽ താമസിക്കുക എന്ന് പറഞ്ഞത് പള്ളിയിൽ കുറച്ച് നേരം ഇരിക്കുക, അതൊന്നും പാടില്ലല്ലോ. പിന്നെ പള്ളിയിലെ കൂടെ വഴി നടക്കുക, അത് പറ്റും. പള്ളിയിലല്ലാതെ കൊണ്ട് അങ്ങോട്ട് പോകാൻ വേറെ സൗകര്യമില്ല, പള്ളിയിൽ കൂടി നടക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ അങ്ങനെ പോകുന്നതുകൊണ്ട് വിരോധമില്ല. അല്ല, ബോറുഫിൽ മസ്ജിദാണ്, പള്ളിയിൽ കൂടെ നടന്നു പോകലും കുഴപ്പമില്ല, പള്ളിയിൽ താമസിക്കലാണ് കുഴപ്പമില്ല. താമസിച്ചു എന്ന് പറയാനത് ഒന്ന് അവിടെ കുറച്ചു നേരം ഇരുന്നാൽ മതി, അത് പാടില്ല, അത് ഹറാമാണ്. പിന്നെ ഹൈദ് നിഫാസുള്ള സ്ത്രീകളുമായിട്ടുള്ള സമ്പർക്കം പാടില്ല. സമ്പർക്കം എന്ന് പറഞ്ഞാൽ അവരുമായിട്ടുള്ള ലൈംഗിക ബന്ധം പാടില്ല. വലായ ഹറമുൽ അബൂർ ഫിൽ മസ്ജിദി, പള്ളിയിൽ കടന്നു പോകുന്നതുകൊണ്ട് വിരോധമില്ല, അത് ഹറാമല്ല. അതുപോലെ ഹറാമല്ലാത്ത കാര്യം ദിക്ർ, തസ്ബീഹുകളൊന്നും ഹറാമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്നൊക്കെ ചൊല്ല, അത് ഹറാമില്ല വലിയ അശുദ്ധിയുള്ളവർക്ക്. വലാ യഹ്റുമു ഇൻദ റുകൂബി, വാഹനം കയറുന്ന സമയത്ത് ചെല്ലാനുണ്ട് സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്നുള്ള അതൊരായത്താണ്. ഈ ആയത്ത് ചെല്ലുന്നതുകൊണ്ട് വിരോധമില്ല, ഹറാമില്ല, അത് ദിക്റാണെന്ന് കരുതിയാൽ മതി എന്ന് മാത്രം. പിന്നെ മുസീബത്ത് എത്തുമ്പോൾ ചെല്ലാനുള്ള എന്നുണ്ട്, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അതും ആയത്താണ്, ഖുർആനിലുള്ളതാണ്. അത് ചെല്ലുന്നത് കൊണ്ടും വിരോധമില്ല, ഹറാമില്ല. ഈ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി മുസീബത്ത് എന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും മരിച്ചാലാണ് നമ്മൾ ചെല്ലുക. മരിച്ചു എന്ന് കേട്ടാൽ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ഓർമ്മ ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ മറന്നാൽ അതും പറയില്ല. പക്ഷേ മുസീബത്ത് അത് മാത്രമല്ല, നമ്മളിപ്പോൾ ലേറ്റുള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ വായിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, ആ സമയത്ത് ലേറ്റ് പോകൽ അതൊരു മുസീബത്തായിട്ടാണ് കണക്കാക്കപ്പെടുക. അപ്പോൾ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാം. പിന്നെ ലേറ്റ് വന്നാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാം, അതൊക്കെ സുന്നത്തായ കാര്യങ്ങളാണ്. അപ്പോൾ മുസീബത്ത് ഈ പറഞ്ഞ ഏത് മുസീബത്താണെങ്കിലും മുസീബത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലാം, അത് വലിയ അശുദ്ധിയുള്ളതിന് ഹറാമല്ല. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന ഖുർആനാണല്ലോ, അതൊരായത്താണ്, ഖുർആനിൽപ്പെട്ട ഒരായത്താണ്. അങ്ങനെ വരുമ്പോൾ അത് ഹറാമില്ല. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയൽ അത് സുന്നത്താണ്. ഭക്ഷണം കഴിക്കുക, പാനീയം കുടിക്കുക, വെള്ളം കുടിക്കുക, അങ്ങനെയുള്ള സമയത്തൊക്കെ ബിസ്മി ചൊല്ലൽ സുന്നത്താണ്. അത് ഇവിടെ ഹറാമില്ല, വലിയ അശുദ്ധിയുള്ളത് കൊണ്ട് ഹറാമില്ല എന്ന് പറയാം. പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയും. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വഹാദാ റസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ, പൂർണ്ണമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ, അതൊന്നും ഹറാമില്ല. പിന്നെ ഭക്ഷണം കഴിക്കുക, പാനീയം കുടിക്കുക, ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ഉറങ്ങുക പോലെയുള്ള കാര്യങ്ങളൊക്കെ കുളി കഴിഞ്ഞതിന് ശേഷം ചെയ്യുകയാണ് നല്ലത് എന്നാണ്. അതാണ് സുന്നത്ത്, നബിചര്യ അതാണ്, അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഹറാമായ കാര്യങ്ങൾ. പിന്നെ ഹൈദ് നിഫാസുള്ള സ്ത്രീകൾ നോമ്പ് നമസ്കാരം, ഈ ഹൈദ് നിഫാസുള്ള സമയത്ത് നിസ്കരിക്കാൻ പാടില്ല, ഹറാമാണ്. എന്നാൽ നമസ്കാരം ഖളാ വീട്ടാൻ പാടുണ്ടോ? അതില്ല. ആ ഹൈദ് നിഫാസ് ഉള്ളപ്പോൾ ഖളായ നിസ്കാരം ഖളാ വീട്ടേണ്ടതുമില്ല. പിന്നെ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഹൈദ് നിഫാസ് ഉള്ളപ്പോൾ നോമ്പെടുക്കാൻ പാടില്ല. നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ദിവസങ്ങൾ വേറെ ദിവസങ്ങൾ നോമ്പെടുക്കുക, നോമ്പ് നോക്കലും ഹറാമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളും ഇതും എല്ലാം, കുളിയുടെ കാര്യം അത് പറഞ്ഞു കഴിഞ്ഞു. എല്ലാം ഈ വീഡിയോയുടെ കൂടെ കുളിയും മുളും പൂർണ്ണമായി. ഇൻഷാ അല്ലാഹ് അടുത്ത സമയം മുതൽ നോമ്പിൻ്റെ കാര്യങ്ങൾ നമ്മൾ വീഡിയോ ഇടുന്നതാണ്.
അത് ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.